കേരളത്തിൽ ഉദ്ധവ് താക്കറെ ശിവസേന അസ്തമിച്ചു. സംസ്ഥാന ജില്ലാ നേതാക്കൾ രാജിവെച്ചു. യൂണിറ്റ് നിയോജക മണ്ഡലം ഭാരവാഹികൾ, പോഷക സംഘടനാ ഭാരവാഹികൾ എന്നിവരുടെ രാജി തുടരുന്നു. 35 വർഷത്തെ പാർട്ടി പ്രവർത്തനമാണ് കേരളത്തിൽ നിന്നും നിശേഷം തൂത്തെറിയുന്നത്. ഉദ്ധവ് താക്കറെ അടിസ്ഥാന തത്വങ്ങൾ അട്ടിമറിക്കുകയും ഏകാധിപത്യം പോലെ നിലപാടുകൾ സ്വീകരിക്കുകയും ചെയ്തതിന്റെ പേരിലാണ് 10,000-കണക്കിന് പ്രവർത്തകരും അണികളും പാർട്ടി വിടുന്നത്. ഉദ്ധവ് താക്കറെ വിഭാഗം ശിവസേനയിൽ കൂട്ടരാജി. സംസ്ഥാന ജില്ലാ ഭാരവാഹികൾ പാർട്ടി വിട്ടു. ഉദ്ധവ് താക്കറെ വിഭാഗം ശിവസേന സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ച MS ഭുവനചന്ദ്രന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് കേരളത്തിലെ ശിവസേനയിൽ കൂട്ടരാജി. പാർട്ടി സംസ്ഥാന ഭാരവാഹികളും 14 ജില്ലാ പ്രസിഡന്റുമാരും സെക്രട്ടറിമാരും അടക്കമുള്ള നേതാക്കളാണ് ഉദ്ധവ് താക്കറെ വിഭാഗം ശിവസേന വിട്ടത്. എറണാകുളം YMCA ഹാളിൽ നടന്ന സമ്മേളനത്തിലായിരുന്നു രാജി പ്രഖ്യാപനം. നേരത്തെ രാജിവെച്ച പാർട്ടി സംസ്ഥാന പ്രസിഡന്റായിരുന്ന MS ഭുവനചന്ദ്രൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. വ്യക്തിപരമായ ഉദ്ദേശ ലക്ഷ്യത്തോടെയാണ് ബാൽ താക്കറെ ശിവസേന രൂപീകരിച്ചതെന്ന് MS ഭുവനചന്ദ്രൻ പറഞ്ഞു. എന്നാൽ ഉദ്ധവ് താക്കറെ ഇതെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് അധികാരത്തിനും സ്ഥാനമാനങ്ങൾക്കും വേണ്ടി സനാതന മൂല്യങ്ങളെ പോലും തള്ളിപ്പറയുന്ന ഇതര മുന്നണികളോടുമൊക്കെ കൂട്ടുചേരുകയായിരുന്നു. ഇതൊരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് തങ്ങൾ രാജിവെച്ചതെന്ന് MS ഭുവനചന്ദ്രൻ പറഞ്ഞു. ശരിക്കും 90-ൽ ആരംഭിക്കുന്നത് 87-ല് ഈ പ്രസ്ഥാനം തുടങ്ങുന്നതിന് വേണ്ടി മഹാരാഷ്ട്രയിൽ പോയി നേരിൽ കാണുകയാണ്. അന്ന് ഞാൻ കാണുന്ന സമയത്ത് ശിവസേനയ്ക്ക് ഇന്ന് കാണുന്ന പേര് അല്ലെങ്കിൽ അംഗീകാരവും ഉള്ള കാലഘട്ടമല്ല. അന്നൊരു MLA മാത്രമുള്ള ഒരു കാലഘട്ടത്തിലാണ് ഞാൻ അദ്ദേഹത്തെ ചെന്ന് കാണുന്നത്. അപ്പൊ അദ്ദേഹം തന്നെ അത്ഭുതപ്പെട്ടു. മുംബൈ നഗരത്തിലായ ഇന്ത്യയുടെ ഒരു സംസ്ഥാനങ്ങളിലും ശിവസേനയില്ല. പിന്നെ എന്റെ പരിശ്രമം മൂലം തമിഴ്നാട്ടിലും കർണാടകയിലും ആന്ധ്രയിലും അതേപോലെ മറ്റ് നിരവധി സംസ്ഥാനങ്ങളിലും ഈ പ്രസ്ഥാനം ഞാൻ തന്നെ പല വ്യക്തികളെ കാണുകയും പ്രസ്ഥാനം തുടങ്ങുകയും അതിനുശേഷം ഇന്ന് ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനങ്ങളിലും ഈ പ്രസ്ഥാനം വന്നു, പ്രസ്ഥാനം അധികാരത്തിൽ വന്നു. ഇപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിന് കാരണം അല്ലെങ്കിൽ ഈ പ്രസ്ഥാനം വിടാൻ കാരണം ഈ ഉദ്ധവ് താക്കറെയുടെ സമീപനം അല്ലെങ്കിൽ നയ രൂപീകരണത്തിൽ അല്ലെങ്കിൽ പാർട്ടി നയത്തിലുള്ള ഒരു അപാകത അല്ലെങ്കിൽ വൈകല്യമാണ് ഇന്നത്തെ കാരണം. ഞാൻ 90-ൽ അല്ലെങ്കിൽ 87-ൽ ഈ ഉദ്ധവ് താക്കറെ കാണും. അന്ന് അദ്ദേഹം ശിവസേനയിൽ വന്നിട്ടില്ല. പക്ഷെ അദ്ദേഹം വന്നതിന് ശേഷമാണ് ശിവസേന ഇത്രമാത്രം മഹാരാഷ്ട്രയിൽ ഉൾപ്പെടെ എല്ലായിടത്തും തകർച്ച. അദ്ദേഹം വന്ന് ഏതാനും വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ മുഖ്യമന്ത്രിയായിരുന്ന നാരായണനാണ്. അദ്ദേഹവും അദ്ദേഹത്തിന്റെ കൂടെയുള്ള കുറെ MLAയും പാർട്ടി വിട്ടുപോയി. ഇദ്ദേഹത്തിന്റെ സമീപനം പോലെ മഹാരാഷ്ട്ര ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഉദ്ധവ് താക്കറെ മുഖ്യമന്ത്രിയാണ്. ആ മുഖ്യമന്ത്രി ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കൂടെയുള്ള 47 MLAയും 10 MP-മാരും പാർട്ടി വിട്ടുപോകുന്നു. അദ്ദേഹം അറിയുന്നത് 2 ദിവസം കഴിഞ്ഞ് പത്രത്തിൽ വരുമ്പോഴാണ് കാഴ്ചപ്പാടില്ലാത്ത ഒരു നേതൃത്വത്തിനോട് അന്ന് തന്നെ ആ പാർട്ടി വിടണമെന്ന് ഞാൻ തീരുമാനിച്ചതാണ്. പക്ഷെ പാർട്ടി വിടാൻ സാഹചര്യം അന്ന് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നവർ പലരും ഈ അദ്ദേഹം താക്കറെ അല്ലെങ്കിൽ ബാലാസാഹിബിന്റെ മകനായതുകൊണ്ട് അദ്ദേഹത്തെ അനുകൂലിക്കണമെന്ന് വാശിപ്പിച്ചു. വാസ്തവത്തിൽ ഇപ്പോഴും പാർട്ടി തകർന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഏതാനും MLA-മാരുണ്ട്. ഇന്ന് 4-5 വർഷം കൊണ്ട് ഇത് ഞാൻ പാർട്ടിയിലേക്ക് പ്രവേശിക്കാൻ അന്ന് മഹാരാഷ്ട്രയിൽ ചെല്ലുമ്പോൾ ഒരു MLA ഉണ്ടായിരുന്ന സ്ഥിതിയിലേക്ക് 5 വർഷം കഴിഞ്ഞ് അടുത്ത തെരഞ്ഞെടുപ്പ് പോകുമ്പോൾ ഇത് ഒരു MLA ആയി ഈ പാർട്ടി അപ്രതീക്ഷിതമായി അവസാനിക്കാൻ പോകുന്നത്. നമ്മളോടൊപ്പം നിൽക്കുന്ന പ്രവർത്തകരുടെ ഭാവിയെ ഓർത്ത് അവരുടെ കുടുംബത്തെ ഓർത്ത് ഞാൻ ആ പാർട്ടി വിട്ടു. നമുക്ക് വേറൊരു പ്രസ്ഥാനം തിരഞ്ഞെടുക്കണം. അതിനുവേണ്ടി ഈ മാസം 24-ാം തീയതി വെള്ളിയാഴ്ച തിരുവനന്തപുരത്ത് ഓഫീസിൽ യോഗം ചേർന്ന് ആ പാർട്ടി ഏതാണെന്ന് പ്രഖ്യാപിക്കുകയും അതാണ് പാർട്ടി സംസ്ഥാന വക്താവായിരുന്ന പള്ളിക്കൽ സുനിൽ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി TR ദേവൻ, ശിവസേന നേതാക്കളായിരുന്ന അഡ്വക്കേറ്റ് രാജീവ് രാജധാനി, രാമകൃഷ്ണൻ ഉണ്ണിത്താൻ, പുത്തൂർ വിനോദ്, പപ്പൻ കോഴിക്കോട്ട്, ബിജു വാരപ്പുറത്ത്, അനിൽ ദാമോദരൻ, താമരക്കുളം രവി, TS ബൈജു, കോട്ടുകാൽ ഷൈജു, പ്രസന്നൻ താന്നിമൂട് തുടങ്ങിയവർ പ്രസംഗിച്ചു. പാർട്ടി സംസ്ഥാന വക്താവ് പള്ളിക്കൽ സുനിൽ, സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി TR ദേവൻ, സാമ്പത്തിക കാര്യ സമിതി ചെയർമാൻ കോട്ടുകാൽ ഷൈജു, മീഡിയ സെൽ ചെയർമാൻ പ്രസന്നൻ താന്നിമൂട്, വിജേന്ദ്രകുമാർ തിരുവനന്തപുരം, ശാന്താലയം ശശികുമാർ കൊല്ലം, താമരക്കുളം രവി പത്തനംതിട്ട,
രാമകൃഷ്ണൻ ഉണ്ണിത്താൻ ആലപ്പുഴ, സുകുമാരൻ കോട്ടയം, ബിനീഷ് ഇടുക്കി, ജി സന്തോഷ് കുമാർ എറണാകുളം, സതീഷ് വാരിക്കാട് തൃശൂർ, അനൂപ് ഒറ്റപ്പാലം പാലക്കാട്, സുരേഷ് മലപ്പുറം, പത്മകുമാർ കോഴിക്കോട്, സജിത് വയനാട്, ജയരാജ് കണ്ണൂർ, രാജേഷ് യാദവ് കാസർഗോഡ് എന്നിവരടങ്ങുന്ന ജില്ലാ പ്രസിഡന്റുമാരും സെക്രട്ടറിമാരും മണ്ഡലം ഭാരവാഹികളും അടങ്ങുന്നവരാണ് രാജിവെച്ചതെന്നും ഭാവി പരിപാടികൾ 24-ാം തീയതി തിരുവനന്തപുരത്ത് ചേരുന്ന പ്രവർത്തക സമിതിയിൽ MS ഭുവനചന്ദ്രൻ പ്രഖ്യാപിക്കുമെന്നും സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി TR ദേവൻ പറഞ്ഞു. യോഗത്തിൽ ജി സന്തോഷ് കുമാർ, രാമസുബ്രഹ്മണ്യം, അരവിന്ദൻ പാറശാല, വിഷ്ണു അമ്പാടി, നെയ്യാറ്റിൻകര അനിൽ, ശാന്താലയം ശശികുമാർ, അനുദാസ് കൊല്ലം, വട്ടപ്പാറ ശ്രീകുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ഡെസ്ക് ചാനൽ 91.